വളരെതായിട്ട് ഞാൻ ജീവഭാവം മാറി ആത്മഭാവത്തിലേക്ക് എത്തട്ടെ. അതിൻ്റെയൊക്കെ ഉദ്ദേശം വളരെ നിഷ്കാമമായിട്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, അവനവനെ ഉയർത്തുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനെ ഉയർത്താനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ആഗ്രഹം, ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ ഋഷിമാരുടെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ഉപനിഷത്ത് പഠിക്കുമ്പോൾ കുറേ ശ്ലോകം എടുത്ത് ഇല്ല കുറേ മന്ത്രം എടുത്ത് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോ വ്യക്തിയും അവനവരുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങളെ കൊണ്ടുവരണം, പടിപടിയായിട്ട് മാറ്റി വരണം. പലരും നമ്മൾ കണ്ട് പല അമ്പലത്തിലോ ആശ്രമത്തിലോ അവിടെയും ഇവിടെയൊക്കെ പോയി നിന്ന് ഒക്കെ പഠിക്കാനുള്ളൊരാഗ്രഹമായിട്ട് പോവും, പിന്നൊക്കെ തിരിച്ചു വരും. പല കാര്യങ്ങളും പലതും പറഞ്ഞു, കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് തിരിച്ചു വരും. ചിലവരെന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. അവനവൻ്റെ അറിവിൻ്റെ പരിമിതിയെ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ കാണുന്നതാണ് സത്യം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അറിവിൻ്റെ വെളിച്ചത്തിൽ വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ദുർഘടമാണ്. വളരെ സന്തോഷകരമായിട്ട് ആനന്ദകരമായിട്ട് ജീവിക്കണമെങ്കിൽ അവനവനിലെ അജ്ഞാനമാണ് ഇല്ലാണ്ടാവേണ്ടത്. ഇതാണ് ഈ മന്ത്രത്തിനകത്ത് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അന്യർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഉദ്ദേശശുദ്ധി വേണം, നിസ്വാർത്ഥമായിരിക്കണം എന്നൊക്കെ ഈ മന്ത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മമാണ് ശാസ്ത്രം പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ പ്രശ്നം. പഞ്ചമഹായജ്ഞങ്ങളിൽ ഋഷിയജ്ഞം എന്നാണ് ഇതിന് പറയുക. ഋഷിയജ്ഞം, ശാസ്ത്രം പഠിക്കുക, പ്രചരിപ്പിക്കുക. ഇനി മുന്നോട്ട് നമുക്കതിനെക്കുറിച്ച് കുറേ ഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ആ ഭാഗത്തെത്തുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വിശദീകരിക്കാം. അതിൻ്റെ ശേഷം എന്തു പറയണം? താഴ്ന്ന പ്രദേശത്തേക്ക് ജലം ഒഴുകുന്നത് പോലെ, മാസങ്ങൾ വർഷങ്ങളായിട്ട് മാറുന്നത് പോലെ ബ്രഹ്മചാരിമാർ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്നിലേക്ക് വരട്ടെ, എൻ്റെ അടുത്തേക്ക് വരട്ടെ. വളരെ സ്വാഭാവികമായിട്ട് കീർത്തിമാനാണ് ആവണമെന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. ധനമുണ്ടാവണം പ്രാർത്ഥിച്ചു, വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കണം എന്ന് ആ ഒരു സ്ഥിതിവിശേഷമായി. അതിൻ്റെ ശേഷം എന്ത് പറയണോ? വളരെ സ്വാഭാവികമായിട്ട് കൃത്രിമമായ മാർഗത്തിലൂടെ അല്ലാതെ എപ്രകാരം ജലം താഴത്തേക്ക് ഒഴുകി പോകുന്നുവോ, എപ്രകാരം കാലം മാസങ്ങളും വർഷങ്ങളുമായിട്ട് മാറുന്നുവോ, അതുപോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ബ്രഹ്മചാരിമാർ ധാരാളമായിട്ട് എന്നിലേക്ക് വരട്ടെ. എന്തിനാണത്? എന്നാലേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. ഇതാണ് പ്രാർത്ഥന. എന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങ് എല്ലാവർക്കും അഭയസ്ഥാനമാകുന്നു. അഭയസ്ഥാനം. ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വിചാരിക്കുക, നമ്മളപ്പോൾ അടുത്ത കുറച്ചൊരു സേഫായുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കും. അഭയസ്ഥാനം. ഈ ജീവിതം, ഈ വ്യവഹാര ജീവിതം എന്നുള്ളത് എന്നും ദുർഘടമാണ്, ദുഃഖമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം, സംസാര ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഭയസ്ഥാനം നമുക്ക് വേണം. അതെവിടെയാണ്? ആധ്യാത്മിക ജ്ഞാനമാണ് അറിവിൻ്റെ സ്ഥാനം. അഭയം. അഭയം എന്നുള്ളത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ, ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് അഭയം. വരാഭയ പാണി, ഈശ്വരന്മാരെക്കുറിച്ച് അങ്ങനെ പറയാം. വരവും അഭയവും തരുന്നവരാണ്. അഭയം. ഈശ്വരീയമായ ഗുണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഗുണം, ദൈവാസുര സമ്പത്ത് വിഭാഗയോഗം ഭഗവത്ഗീതയിൽ ആദ്യത്തെ ദൈവീക സമ്പത്ത് പറഞ്ഞിരിക്കുന്നത് അഭയം എന്നാണ്. അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. ഭയമില്ലാത്ത അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? എന്നിൽ നിന്ന് അന്യമായതിൽ നിന്നേ എനിക്ക് ഭയം ഉണ്ടാവുള്ളൂ. എല്ലാവരും സ്ഥിതി അതാണ്. അവനവനാർക്കും ഭയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഞാനായിരിക്കെ എനിക്ക് ഭയമില്ലാത്തൊരവസ്ഥയുണ്ടാവും. എല്ലാം ഞാനാവുമ്പോൾ ഭയമില്ല. അപ്പോൾ അഭയം എന്ന് പറയുമ്പോൾ എല്ലാം ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ. എല്ലാം ഞാനായിരിക്കുന്ന അവസ്ഥ പറഞ്ഞാൽ എന്താണ്? ആത്മജ്ഞാനം, മോക്ഷം, ആത്മസാക്ഷാത്കാരം, അല്ലെ ബ്രഹ്മസാക്ഷാത്കാരം, ഏത് വാക്ക് വേണമെങ്കിലും പറയാം. എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നൊരവസ്ഥ, അതാണ് ശരിയായ അഭയം. അപ്പോൾ ഓങ്കാരത്തിനോട് പറയാണ്, അങ്ങാണ് ആ അഭയസ്ഥാനം. എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരട്ടെ എന്ന് പറയണം. അങ്ങ് അഭയസ്ഥാനമാകുന്നു. എന്നിട്ട് എന്ത് പറയണം? എനിക്ക് വേണ്ടി അങ്ങയെ സ്വയം വെളിപ്പെടുത്തി തരേണമേ, എന്നെ സ്വീകരിക്കണമേ.
എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഞാൻ പ്രാപ്തനായി മാറട്ടെ, യോഗ്യനായി മാറട്ടെ, അധികാരിയായി മാറട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അധികാരി എന്ന സ്ഥാനം. യോഗ്യത നേടിയെടുക്കട്ടെ, ഞാൻ സ്വയം വെളിപ്പെടുത്തി തരണേ. ആത്മജ്ഞാനം എന്നുള്ളത് സ്വയം പ്രകാശമാണ്. അതിന് വേറൊന്നുകൊണ്ടല്ല കാണും, അത് പ്രകാശിക്കുക ചെയ്യുന്നത്. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. കഠോപനിഷത്തിലെ മന്ത്രമാണ്. അവിടുത്തെ പ്രകാശം കൊണ്ടാണ് എല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയ ലോകങ്ങളെ കാണുമ്പോൾ, ഞാനെന്ന ഈ ദേഹത്തിനെ കാണുമ്പോൾ, മനസ്സിൻ്റെ ചലനങ്ങളെ കാണുമ്പോൾ, ബുദ്ധിയുടെ ചലനങ്ങളെ കാണുമ്പോഴൊക്കെ ഇതിനൊക്കെ പ്രകാശിപ്പിക്കുന്നതാരാണ്? ആ ആത്മപ്രകാശം. അത് സ്വയം പ്രകാശമാണ്. അതിന് നമ്മൾ വേറെ തിരഞ്ഞുനോക്കി കാണില്ല ചെയ്യാം. അതിൻ്റെ പ്രകാശത്തിൽ ബാക്കിയെല്ലാം പ്രകാശിക്കപ്പെടുകയാണ്, അനുഭവപ്പെടുകയാണ്. ആ തലത്തിലേക്ക് എന്നെ എത്തിക്കണമേ. ഇത് ബ്രഹ്മത്തിനോടുള്ള പ്രാർത്ഥന. അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥന? ആത്മസാക്ഷാത്കാരം ഉണ്ടാവണം, അതുകൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാവണം, പ്രശസ്തിയും ധനവും ഒക്കെ നല്ലതിനായിട്ട് വരണം എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അനുവാകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാലാമത്തെ അനുവാകം. ഇവിടെ ഈ നാലാമത്തെ അനുവാകത്തിലെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഉപനിഷത്തിലെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ്. ബൈഹാർട്ട് പഠിച്ച് ഓർമ്മയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഓരോ വാക്കും അതിൽ നമ്മളെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നത് എങ്ങനെ? ഇതാണ് പറഞ്ഞു തരുന്നത്. ഒരാൾ മാറിയാൽ മതി, സമൂഹത്തിൽ അത്രയും മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.